ഹലോ ഫ്രണ്ട്സ്, വലിയ ആഗ്രഹിച്ച് ഓസ്ട്രേലിയ വന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ളൊരു വണ്ടി എടുത്ത് അടിപൊളി വണ്ടിയാണ്, സംഭവമെല്ലാം ശരിയാണ്. പക്ഷേ വണ്ടി ഇവിടെ നമ്മുടെ വണ്ടിക്ക് വല്ല ഇടിയെല്ലാം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പണി കിട്ടും. എനിക്ക് അതുപോലെ ഒരു പണി കിട്ടിയിട്ടിരിക്കുക. എൻ്റെ വണ്ടി ചെറിയൊരു സ്ക്രാച്ച് പറ്റിയതേ ഉള്ളൂ. ആ സ്ക്രാച്ച് അതിന് ശരിയാക്കണമെങ്കിൽ അടുത്ത വർഷം മാത്രമാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇൻഷുറൻസ് അത് എൻ്റെ ഫോൾട്ട് ആയതുകൊണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതായതുകൊണ്ട് അത് എൻ്റെ തന്നെ എടുക്കും. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ പോകേണ്ടി വരും, പൈസ പോവും. പക്ഷെ അതല്ല പ്രശ്നം. വർക്ക്ഷോപ്പിൽ ഇന്നലെ കൊണ്ടു കൊടുത്തപ്പോൾ അടുത്ത ജനുവരി മാത്രമേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ്. അന്ന് മാത്രമേ വണ്ടിക്ക് അവരെടുക്കത്തുള്ളൂ. എന്തോ ഒരു കഷ്ടമെന്ന് പറയാം. ഒരു വണ്ടി എടുത്ത് 8ൻ്റെ പണിയായിട്ട് വേറൊന്നുമില്ല. വണ്ടിയെല്ലാം സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ആ സ്ക്രാച്ച് ഇപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവിടെയൊക്കെ നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എത്രയും സൂക്ഷിക്കണം. സൂക്ഷിച്ചാലും നമ്മുടെ ഇതുപോലെ ഇരിക്കും. എപ്പോഴാണ് നമുക്ക് ഇടി കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ആക്സിഡൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടി. എന്തോ ചെയ്യാനാന്ന് പറയാം. 8ൻ്റെ പണിയാണ്. വണ്ടി ഇനി അടുത്ത വർഷം ജനുവരി ആണ് അപ്പോയിൻമെൻറ്റ്. അന്ന് കൊണ്ട് കൊടുത്ത വണ്ടി, അതും 3 ദിവസം കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടത്തുള്ളൂ. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഇപ്പോൾ നമുക്കൊരു വണ്ടി, നമ്മുടെ ഒരു ആക്സിഡൻറ്റ് പറ്റി. ആദ്യമായിട്ട് നമ്മളൊരു വണ്ടി എടുത്ത് നമ്മുടെ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, നമ്മൾ നേരെ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസിനെ വിളിക്കും. ഇൻഷുറൻസ് വിളിച്ചാൽ കാര്യങ്ങളെല്ലാം തിരക്കും. ഇൻഷുറൻസ് വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല. ഞാൻ തന്നെ എത്രയോ നേരം വിളിച്ചാണ് അവർ പറയും, പിറ്റേ ദിവസം അവർ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ച് വിളിക്കാമെന്ന് പറയും. പക്ഷേ വിളിക്കത്തില്ല. നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ, അവരൊരു വർക്ക്ഷോപ്പ് ഇങ്ങനെ റെഫർ ചെയ്തു. ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് ഇതുപോലെ അവർ പറയുന്നത്, വണ്ടി അവർക്കിപ്പോൾ ഒന്നും അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, എവിടെ പോയാലും അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, എല്ലാം മിനിമം ഒരു 6 മാസം. എനിക്കിനി അടുത്ത് കിട്ടിയിരിക്കുന്നത് എൻ്റെ വണ്ടിക്ക് ജസ്റ്റ് സ്ക്രാച്ച്, എൻ്റെ ബാക്കിൽ ആ ഡോറിൻ്റെ ബാക്കിൻ്റെ അവിടെ ഒരു സ്ക്രാച്ച് അവിടെ വന്നതേ ഉള്ളൂ. അടുത്ത വർഷമേ ഉള്ളൂ. അത് 3 ദിവസം വണ്ടി അവിടെ ഇടണം. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇപ്പോൾ UK ജീവിച്ചപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. വണ്ടി നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കുക, വണ്ടി കൊണ്ട് ശരിയാക്കായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചതിയായിപ്പോയി. ചതി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചതിയായിപ്പോയി. ആരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു തലയെഴുത്ത. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലം. ഇത്രയും ഈ ഡോറിൻ്റെ അവിടെ ഇത്രയും ഒരു ഇത് പറ്റിയതേ ഉള്ളൂ. ഇതിനാണ് അവർ ഇത്രയും ദിവസം എടുക്കുന്നത്. ഒരു അടുത്ത വർഷത്തേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എക്സസ് എത്ര ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കണം. അപ്പം ഇതെൻ്റെ ഇത് പറ്റിയ റോങ് ആയതുകൊണ്ട് ഞാനത് പൈസ അടയ്ക്കണം. അപ്പോൾ അടച്ചിട്ട് അവരാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിയൊരു സംഭവമാണ് ഇത്. വണ്ടി ഒക്കെ കിടിലം വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ആശിച്ചെടുത്തൊരു വണ്ടിയാണ്. അടിപൊളി SUV. നമ്മൾ എല്ലായിടത്തും ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ സൂപ്പർ വണ്ടിയാണ്. ഇതിന് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബുൾബാറും സംഭവമൊക്കെ വെക്കണം. പിന്നെ ഒരു ബാഷ് പ്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അടി തട്ടായിരിക്കും. ബീച്ചിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതും വെക്കണം. പിന്നെ ഒരു റൂഫ് റാക്ക് വേണേ വെക്കാം, ഓപ്ഷനാണ്. ഒരു സ്റ്റൈലിന് വേണേ വെക്കാം. നമുക്ക് ഇംഗ്ലീഷുകാർക്കാണ് കൂടുതലും അതിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. പിന്നെന്താണ്, ഇതിലൊരു സ്നോർക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും അറിയത്തില്ല. എല്ലാത്തിനും സെപ്പറേറ്റ് നല്ല പൈസയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു മിസ്റ്റുബിഷി പജേറോ സ്പോർട്ട്. എൻ്റെ വണ്ടി ഇതാണ്. ഇതെപ്പോഴും കണ്ടാതിരിക്കും ഭയങ്കര സങ്കടമായി. എന്തോ ചെയ്യാൻ ഒരു അബദ്ധം പറ്റിപ്പോയി. പോടാ മോനെ. അങ്ങനെയാണ് എൻ്റെ ഒരു വണ്ടി ഇടിച്ചെൻ്റെ ആദ്യമായിട്ടൊരു സംഭവമാണ്. ഓസ്ട്രേലിയ വന്നിട്ട് ഫസ്റ്റ് ഒരു ആക്സിഡൻറ്റ്. എനിക്ക് എൻ്റെ കുറച്ച് പൈസ പോയെന്ന് പറഞ്ഞാൽ അവർക്കത് നമ്മുടെ എക്സസ് എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ആ എമൗണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മളത് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് ഇത് ചെയ്യണം. ഇതാണ് പറ്റിയ ഗൈസ്. അപ്പം
ഇതാണ് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു ഓസ്ട്രേലിയ വന്നിട്ടൊരു തട്ട് പറ്റിയത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം പറ്റിയൊരു സംഭവമാണ് എൻ്റെ ഇതൊരു ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബൈ.